ഹലോ എവരിവൺ, വെൽക്കം ടു എഞ്ചിനീയേഴ്സ് ചോയ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, എറണാകുളം ജില്ലയിലെ വളരെ മികച്ച, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് രാജഗിരി എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രാജഗിരിയെ പറ്റി പറയുമ്പോൾ രാജഗിരി എസ്റ്റാബ്ലിഷ് ചെയ്തത് 2001-ലാണ്. ഇപ്പോൾ 2025 കാര്യം ഓർക്കുക. അത്രത്തോളം പഴക്കമുള്ള ഒരു കോളേജാണിത്. നമ്മളൊക്കെ അവിടെ കയറാൻ പറ്റുന്ന എക്സാംസ് എന്ന് പറയുന്ന കീം എക്സാമാണ് നമ്മുടെ ബി ടെക്കുകാർക്കൊക്കെ കീം എക്സാം വഴിയാണ്. ഗേറ്റ് എന്ന് പറയുന്നത് എംടെക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. ഓക്കെ, കോഴ്സസ് അവിടെ 3 ഡിഗ്രിയും 22 കോഴ്സസും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അഫിലിയേറ്റഡ് ഓട്ടോണമസ് കോളേജ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടോണമസ് പൊസിഷൻ കിട്ടുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജിൻ്റെയും ഒക്കെ മികവ് കൊണ്ട് കൊടുക്കുന്ന ഒരു പൊസിഷനാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത്. രാജഗിരി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓട്ടോണമസ് കോളേജാണ്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTU, APJ KTUമായിട്ടാണ് ഇത് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. 192 ഫാക്കൽറ്റീസാണ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമ്പസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 29 ഏക്കറാണ്. 29 ഏക്കർ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്പേസാണ്. 63% ആൺകുട്ടികളും 37% പെൺകുട്ടികളുമാണ് അവിടെ പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും എൻജിനീയറിംഗ് മേഖലയിൽ പെൺകുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. ഓക്കെ, ഇനി അവിടുത്തെ അക്രഡിറ്റേഷൻസും റാങ്കിങ്ങും ഒക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് 2025 പ്രകാരം AAA+ ആണ് രാജഗിരിക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ CGPA നിങ്ങൾക്ക് കാണാം, ഗ്രേഡ് കാണാം, വാലിഡ് ഡേറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 720 പേരാണ്. ടോട്ടൽ സ്റ്റുഡൻസ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 807-ഉം ഗ്രാജുവേറ്റ് ചെയ്തത് 629 പേരുമാണ്. ബാക്കിയുള്ളവർ ഒരുപക്ഷെ ഫെയിലായിട്ടുണ്ടാകാം. ടോട്ടൽ പ്ലേസ്ഡ് സ്റ്റുഡൻസ്, അതായത് ഗ്രാജുവേറ്റ് ചെയ്തവരുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ മതി, 629. അതിൽ 393 പേർക്ക് കിട്ടി. അതായത് മോർ ദാൻ 50% ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 64.74% ആണ് വന്നിട്ടുള്ളത്. ടോട്ടൽ സ്റ്റുഡൻറ്റ് ഗോൺ ഫോർ ഹയർ സ്റ്റഡീസ് 22. അതായത് ഈ 629 സ്റ്റുഡൻസിൽ 22 കുട്ടികൾ ഹയർ സ്റ്റഡീസ് തിരഞ്ഞെടുക്കാനുണ്ടായത്. ഇവർക്ക് കിട്ടിയിട്ടുള്ള മീഡിയൻ സാലറി എന്ന് പറയുന്നത് 5.10 lakh പെർ ആനുമാണ്. ഒരു വർഷം 5 ലക്ഷം സംതിങ് രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലേസ്മെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് ട്രെൻഡ് ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാം 2019 മുതൽ 2023 വരെയുള്ള ഡാറ്റയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2022 വന്നപ്പോഴത്തേക്കും, അതായത് കുറവായിരുന്നു, 2019 കുറച്ച് ഹൈ പൊസിഷനിൽ നിന്നത് 2020 കുറച്ച് താന്നു. അത് 2021 കയറി, 2022 വീണ്ടും കയറി, 2023 വീണ്ടും കുറയുകയാണ് ചെയ്തത്. 2024-25 ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ദ പ്ലേസ്മെൻറ്റ് ടേക്ക് അവേസ് ഫ്രം RCT എന്താണ് എഴുതിയിരിക്കുന്നത്? പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 46.43% ഇടിവുണ്ടായിട്ടുണ്ട്. അത് 2019 മുതൽ 2023 വരെയുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോഴാണ്. 2025 ഡാറ്റ നമുക്ക് നോക്കാം. മീഡിയൻ സാലറി പക്ഷേ 11.76% ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. മീഡിയൻ സാലറി നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞുവെങ്കിലും, പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും മീഡിയൻ സാലറി ഉയരുകയാണ് ചെയ്തത്. 20-ൽ നിന്ന് 21-ലേക്ക്, 22-ലേക്ക്, 23-ലേക്ക് ഇങ്ങനെ കൂടി മാത്രമാണ് മീഡിയൻ സാലറി പോകുന്നത്. ഇനി അവിടെയുള്ള അവൈലബിലിറ്റി, ബോയ്സ് ഹോസ്റ്റൽ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്, ഗേൾസ് ഹോസ്റ്റൽ അവൈലബിൾ ആണ്, ലൈബ്രറി, മെഡിക്കൽ ഓർ ഹോസ്പിറ്റൽ, സ്പോർട്സിനുള്ള സൗകര്യമുണ്ട്, IT ഇൻഫ്രാസ്ട്രക്ചർ, ഓഡിറ്റോറിയം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ലബോറട്ടറീസ്, കഫറ്റേരിയ, ATM ഉണ്ടായിരിക്കും, ഗസ്റ്റ് റൂം, വെയിറ്റിംഗ് റൂം, അങ്ങനെ ഒരുപാട് സ്റ്റോറ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 2025 പ്ലേസ്മെൻറ്റ് റിപ്പോർട്ട് നമ്മൾ 2023 വരെയുള്ള കണ്ടു. നമുക്ക് 2025 നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റിംഗ് ഇൻ മിനിമം സ്റ്റിപ്പുലേറ്റഡ് ടൈം 587 കുട്ടികളാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. MTechൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. പ്ലേസ് ആയവരുടെ എണ്ണം 376 587 കുട്ടികൾ ഗ്രാജുവേറ്റ് ആയതിൽ 376 കുട്ടികൾക്കും പ്ലേസ്മെൻറ്റ് കിട്ടി.
മീഡിയൻ സാലറിയാണ് നിങ്ങൾ നോക്കേണ്ടത്. മീഡിയൻ സാലറി നോക്കിയാൽ നേരത്തെ 5.10 ആയിരുന്നിടത്ത് ഇവിടെ 9 ലക്ഷമാണ് മീഡിയൻ സാലറി പെർ ആനം വന്നിട്ടുള്ളത്. മീഡിയൻ സാലറി, ഹയസ്റ്റ് പാക്കേജ് അല്ല, മീഡിയൻ സാലറി. ബി ടെക്കാർക്ക്, എം ടെക്കാർക്ക് പോലും 5 ലക്ഷമുള്ളൂ. ബി ടെക്കാർക്ക് 9 ലക്ഷമാണ് ആസ് പെർ 2025 ഡാറ്റ പ്രകാരം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 22 കുട്ടികൾ പ്ലേസ്മെൻറ്റ് ഹയർ സ്റ്റഡീസിൽ പോയി. 2024 പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 629 കുട്ടികൾ ഡിഗ്രി മേടിച്ചു. അതിൽ 393 കുട്ടികൾക്ക് എന്ത് കിട്ടി? പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ മീഡിയം സാലറി നോക്കിയാൽ 2024 5,10,000 ആയിരുന്നു. ഇവിടെ അത് 9 ലക്ഷമായിട്ട് കൂടി. അത് നമ്മൾ കണ്ടു, 9 ലക്ഷമായിട്ട് കൂടി. പക്ഷേ ഇവിടെ 46 കുട്ടികൾ ഹയർ സ്റ്റഡീസിന് പോയി. 2023 പ്രകാരം 517 കുട്ടികൾക്ക് ഡിഗ്രി കിട്ടി. അതിൽ 473 കുട്ടികൾക്ക്, ഏകദേശം വളരെ നല്ല പേഴ്സൻറ്റേജ് വന്നത് 2023 അതിൽ പക്ഷേ മീഡിയൻ സാലറി 4,50,000 ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ 2023 4 ലക്ഷം, 2024 5,10,000, 25 9 ലക്ഷമായി മീഡിയൻ സാലറി. എന്താ അല്ലേ? അവിടുത്തെ ടോപ്പ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് TCS, ഇന്നോവേറ്റർ ലാബ്സ്, പിന്നെ പ്രധാനമായിട്ടുള്ള IBS, പിന്നെ ടാറ്റ, കോഗ്നിസൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. കോസ്റ്റ് ഗ്ലോബൽ. പിന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. 2023-24 അധ്യയന വർഷത്തിൽ 89.74% കുട്ടികൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബ്രാഞ്ചിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 82.35%. അപ്ലൈഡ് ഇലക്ട്രോണിക്സിൻ്റെ അത്ര പോലും വന്നിട്ടില്ല കമ്പ്യൂട്ടർ സയൻസ് എന്ന് ഓർക്കുക. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 14.12 കുട്ടികൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അതേസമയം ഇലക്ട്രിക്കൽ നോക്കിയേ 100% പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഇലക്ട്രിക്കലാണ്. ECക്ക് 14.12%. വെരി ഡേഞ്ചർ. ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി ITക്ക് 64.71% കിട്ടിയിട്ടുണ്ട്. മെക്കാനിക്കലിന് പോലും 44.04% കിട്ടിയിടത്താണ് ECക്ക് 14.12 കിട്ടിയിട്ടുള്ളത്. ഇനി 2024-23 ക്ലോസിംഗ് റാങ്ക് നമുക്ക് നോക്കാം. അപ്ലൈഡ് ഇലക്ട്രോണിക്സിൽ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 37,451 ആയിരുന്നു 2024. പക്ഷേ 2023 43,801 ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ 24-23 നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായല്ലേ, 23 കുറച്ചുകൂടെ ഹയർ റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. 24 ആയപ്പോഴത്തേക്കും റാങ്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് മുമ്പിലേക്ക് കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസിൽ 11,696 ആയിരുന്നു ലാസ്റ്റ് റാങ്ക്. 2023 12,507 ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് 2024 52,161. ക്ലോസിംഗ് റാങ്ക് 2023 48,732. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം ക്ലോസിംഗ് റാങ്ക് 9,436 2023 പ്രകാരം. 2024 പ്രകാരം 2023 പ്രകാരം 10,868. കമ്പ്യൂട്ടർ സയൻസിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2024 5,844, 2023 6,234. ട്രിപ്പിളി 2024 17,319 വരെയാണ് പോയത്. 2023 25,907 വരെ പോയിട്ടുണ്ട്. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ക്ലോസിംഗ് റാങ്ക് EC 9,907, 2023 14,582. IT 2024 12,056, 2023 17,362. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2024 46,882, 2023 48,905. അപ്പോൾ നമുക്ക് മനസ്സിലായി 2023-24 പോയപ്പോൾ വീണ്ടും കോമ്പറ്റീഷൻ കൂടി. ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരിതാണ്. ടയർ 1 അക്രഡിറ്റഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇത്രയും, അതായത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, കമ്പ്യൂട്ടർ, ട്രിപ്പിളി, EC, IT, മെക്കൊക്കെ 2025, 26, 27, 28 ജൂൺ 30 വരെ അക്രഡിറ്റേഷൻ നേടിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് രാജഗിരിയെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.